മോഹൻ വർഗീസ് സർവേയുടെ ഫലം കണ്ടുവല്ലോ. ഇത് ഒരു പൊതുവായ ഒരു നിലപാടായിട്ട് തോന്നുന്നുണ്ടോ? കോൺഗ്രസിന്റെ ഈ നരേന്ദ്ര സറണ്ടർ എന്നുള്ള ആരോപണം അത് യോജിക്കാനാവാത്ത ഒന്നായിട്ടാണോ താങ്കൾ വിലയിരുത്തുന്നത്? സർവേയുടെ ഫലം ദേശവ്യാപകമായി CNN ന്യൂസ് 18 നെറ്റ്വർക്ക് നടത്തിയ സർവേ, അത് കോംപ്രഹെൻസീവ് സർവേ ആണെന്ന് മനസ്സിലാക്കുന്നു. അതിൽ മൂഡ് ദ നേഷൻ പ്രതിഫലിക്കുകയാണ്. ഒരു മാസത്തിന് ശേഷം ഈ ഓപ്പറേഷൻ സിന്ധൂർ തുടങ്ങി ഒരു മാസത്തിന് ശേഷം നടക്കുന്ന സർവേയിൽ ജനം എന്താണ് ചിന്തിക്കുന്നത്, ഗവൺമെന്റിന്റെ നിലപാടുകളോടുള്ള, ഗവൺമെന്റ് നയങ്ങളോടുള്ള ജനത്തിന്റെ പൊതു പ്രതികരണം എന്താണ്, പ്രതിപക്ഷം ക്രിയാത്മകമായ ഒരു റോളാണ് വഹിക്കുന്നത്, ഈ വക ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഒരുപക്ഷെ ന്യൂസ് 18 നെറ്റ്വർക്ക് തേടിയത്. അതിൽ കിട്ടുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് ഏതാണ്ട് കോൺഗ്രസിന് ദേശവ്യാപകമായി ലഭിക്കുന്ന പിന്തുണയ്ക്ക് സമാനമായ കാര്യമാണ്. കാരണം ഇന്ത്യ മുന്നണിയുടെ മൊത്തമായിട്ടല്ല, കോൺഗ്രസിന്റെ മാത്രം ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഏതാണ്ട് 20% വോട്ട് ഷെയറാണ് കോൺഗ്രസിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. സീറ്റുകളുടെ എണ്ണം 99 സീറ്റുകളും. അപ്പൊ അതിന് സമാനമായ രീതിയിലാണ് 20-ന് തൊട്ട് മുകളിലോ താഴെയോ ഉള്ള ഈ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ. ഒരിക്കൽ പോലും ഈ 25% കൂടുതൽ, ഈ 7-8 പാരാമീറ്റേഴ്സ് ചോദിച്ചപ്പോൾ ഒന്നിൽ പോലും 25% കൂടുതൽ പിന്തുണ പ്രതിപക്ഷത്തിന് നേടാനാവുന്നില്ല, അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് അനുകൂലമായി നേടാനാവുന്നില്ല എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രിയുടെയും രാജ്യത്തിന്റെ ഒരു സൈന്യത്തിന്റെയും എല്ലാം പിന്നിൽ, അല്ലെങ്കിൽ നമ്മുടെ വിദേശ നയത്തിന്റെ പിന്നിൽ ശക്തമായി ഉറച്ചു നിൽക്കുന്ന ഒരു ജനതയുടെ മനസ്സാണ് കാണുന്നത്. ഒരുപക്ഷെ ഒരു ക്രൈസിസ് സിറ്റുവേഷനിൽ ആവശ്യമെന്ന് പറയുന്നത് ഏതാണ്ട് ഇത് തന്നെയാണ്. ദിസ് ഇസ് എ ക്രൈസിസ് സിറ്റുവേഷൻ, നേഷൻ വാസ് ഫേസിംഗ് എ ക്രൈസിസ്. അതായത് ഒരു ആക്രമണം വെളിയിൽ നിന്ന് വരുന്നു, അല്ലെങ്കിൽ അതിർത്തി കടന്നു വരുന്ന ഒരു ഭീകരത, അതൊരു പെരനിയൽ പ്രോബ്ലമാണ്. ആ പ്രോബ്ലത്തെ നമ്മൾ നേരിടാൻ വേണ്ടി ഇന്ത്യ എടുത്ത ഒരു ദീർഘകാല പോളിസിയാണ് ഇത്. ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ വൺ ടൈം അഫെയർ, അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ പഹൽഗാം എന്ന് പറയുന്നത് അവസാനത്തെ ആക്രമണമായിരിക്കണം എന്ന നിശ്ചയദാർഢ്യത്തോടുകൂടി, അതുകൊണ്ടാണ് സിന്ധു നദീജല കരാർ ഉൾപ്പെടെയുള്ളത് ആബ്രോഗേറ്റ് ചെയ്യുന്നതിലേക്ക്, അതിശക്തമായ നിലപാടുകളിലേക്ക്, നടപടികളിലേക്ക് ഇന്ത്യയെ നയിച്ചതിന് പിന്നിൽ ഇങ്ങനെ ഒരു തീരുമാനമാണ്. ഇനി ഒരു ഭീകര ആക്രമണം ഉണ്ടാവരുത്. അങ്ങനെയെങ്കിൽ പക്ഷേ അവിടെ മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ രാഹുൽ ഗാന്ധി വിമർശിക്കപ്പെടുമ്പോൾ മറ്റൊരു ചോദ്യമുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റില്ലേ എന്നുള്ള കാര്യം. കേന്ദ്ര സർക്കാരിന് എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചകൾ എന്താണ് എന്ന് ചോദിക്കുവാൻ പോലും ഇവിടെ പ്രതിപക്ഷത്തിന് അർഹതയില്ലേ എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ടല്ലോ. രാഹുൽ ഇപ്പോൾ ഒറ്റയ്ക്കാണ്, ഒരുപക്ഷെ കോൺഗ്രസ് മാത്രമാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ആം ആദ്മി പാർട്ടി പോലും പിന്മാറുകയാണ് ഉണ്ടായത്. അപ്പോൾ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായി ഇപ്പോൾ വന്നിരിക്കുകയാണോ രാഹുൽ ഗാന്ധിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു രീതി? ഇത് അർഹതയുടെ വിഷയമല്ല. ഹി ഈസ് ദ റൈറ്റ് മാൻ. മിസ്റ്റർ രാഹുൽ ഗാന്ധി ഈസ് ദ റൈറ്റ് മാൻ ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങളും റെലവന്റ് ആണ്, അല്ല എന്ന് പറയുന്നില്ല. ഇവിടെ ആർക്കും അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. എത്ര വിമാനങ്ങൾ താഴെ പോയി അത് ചോദിക്കാം, എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ ചോദിക്കാം. നമ്മുടെ ദീർഘകാലമായി നമുക്കുണ്ടായിരുന്ന നയം, അതായത് 72 മുതൽ ഉണ്ടായിരുന്ന ബൈലാറ്ററലിസം, ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ തർക്കങ്ങൾ പരിഹരിക്കുക എന്ന നയം കാറ്റിൽ പറത്തിക്കൊണ്ട് ട്രംപിന്റെ മധ്യസ്ഥത സ്വീകരിച്ചോ ചോദിക്കാം. വിദേശകാര്യമന്ത്രി ജയശങ്കർ മുൻകൂട്ടി പാകിസ്ഥാനെ അറിയിച്ചതിന് ശേഷമാണോ ഓപ്പറേഷൻ സിന്ധൂർ എന്ന ആക്രമണം മെയ് മാസം 6-ാം തീയതി അരങ്ങേറിയത് എന്ന് ഇതെല്ലാം ചോദിക്കാവുന്നതാണ്. ഹി ഈസ് എ റൈറ്റ് മാൻ asking the right question, but asking the right question at the wrong time. ഈ ചോദ്യങ്ങൾ, ചില ചോദ്യങ്ങൾ ഒരുപക്ഷെ തലനാരിയുടെ കീഴിൽ പരിശോധിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഈ അവസരത്തിൽ ചോദിക്കേണ്ടതാണോ? അതിനുള്ള ഫാക്ച്വൽ ബേസിസ് എന്താണ്? ഒരു കണ്ണടച്ച ഭരണപക്ഷത്തെ ആക്രമിക്കുക എന്നതാണോ, അതോ ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷം ഓപ്പറേഷൻ സിന്ധൂറിന് പൂർണ്ണ പിന്തുണ നൽകുമ്പോൾ നമ്മുടെ ഒരു ടീം ഈ കാര്യം വിശദീകരിക്കാൻ വിദേശത്തുള്ള സമയത്ത് അവരെല്ലാം തിരിച്ചു വന്നു കഴിഞ്ഞു. ഏതാണ്ട് എല്ലാ ടീമുകളും 7 ടീമുകൾ ഉണ്ടായിരുന്നു. അവരെല്ലാം ഒന്നൊന്നായി തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ചോദിക്കേണ്ട ചോദ്യങ്ങൾ ജമ്പിംഗ് ദ ഗൺ എന്ന് പറയും. അതുകൊണ്ട് അക്ഷമനായി ചോദിക്കുകയാണ്. അത് ഒന്നല്ല, രണ്ടല്ല, 11 പ്രാവശ്യമാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്കെതിരെ ഈ പറയുന്ന സറണ്ടർ പരാമർശവും അതിനനുബന്ധമായ പരാമർശവും ചെയ്തത്. ഇവിടെ നോക്കൂ, അമേരിക്കയുടെ താല്പര്യത്തിന് മുന്നിൽ, ഡൊണാൾഡ് ട്രംപിന്റെ വ്യക്തി താല്പര്യത്തിന് മുന്നിൽ ഇന്ത്യ കീഴടങ്ങിയിരിക്കുന്നു, ഇന്ത്യയുടെ പ്രധാനമന്ത്രി കീഴടങ്ങിയിരിക്കുന്നു എന്ന ഒരു നറേറ്റീവാണ് രാഹുൽ ഗാന്ധി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ
വ്യക്തമായി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വിശദീകരണം ഉണ്ടായിക്കഴിഞ്ഞു. അതങ്ങനെയല്ല. പക്ഷേ ഇവിടെ ആകെ ഒരു പിഴവ് പറ്റി എന്ന് ഞാൻ കരുതുന്നു, ഒരു പോരായ്മ, പിഴവെന്ന് ഞാൻ കരുതുന്നില്ല, ഒരു പോരായ്മ എന്ന് പറയുന്നത് from the mouth of Narendra Modi, the Prime Minister, the nation wanted to hear. ഡൊണാൾഡ് ട്രംപ് പറയുന്നത് അസംബന്ധമാണ്. അസംബന്ധം എന്ന് വാക്ക് ഉപയോഗിക്കാനാവില്ല, ഡിപ്ലോമാറ്റിക് പാർലൻസിൽ അങ്ങനെ ഒരു വാക്കില്ല. പക്ഷേ അത് വിശദീകരിക്കുന്ന പ്രധാനമന്ത്രിയുടെ വിശദീകരണം ഇപ്പോഴും പെൻഡിംഗ് ആണ്. പക്ഷെ പല ആവർത്തി പറഞ്ഞു അമേരിക്കയുടെ ഇൻവോൾവ്മെന്റ് ഇല്ല. പക്ഷേ ഡൊണാൾഡ് ട്രംപ് വീണ്ടും 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 ഈ ഒരു കഥ ആവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ചു പേരെങ്കിലും, ഇത് ഗീബൽസിന്റെ തത്വം തന്നെയല്ലേ, ഒരു കള്ളം 1000 പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ എല്ലാവരും വിശ്വസിക്കുമെന്ന ആ ഒരു പ്രിൻസിപ്പിൾ ശരിയാണ് എങ്കിൽ കുറെയൊക്കെ ട്രാക്ഷൻ അതിന് ലഭിച്ചിട്ടുണ്ട്. ഇത് ട്രംപിന്റെ ഒരു മനഃശാസ്ത്രം അറിയുമ്പോൾ അത് നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആകും. പക്ഷെ എത്ര പേർ അത്രയും കൂലങ്കഷമായി ചിന്തിക്കും? ശശി തരൂർ അവിടെ വെച്ച് തന്നെ ഈ ട്രംപിന്റെ മധ്യസ്ഥത ഉണ്ടായിട്ടില്ല എന്ന കാര്യം പറയുമ്പോൾ കോൺഗ്രസ് പൂർണ്ണമായിട്ടും പ്രതിരോധത്തിലാവുകയാണല്ലോ. എന്നിട്ടും രാഹുൽ ഗാന്ധി ആവർത്തിക്കുകയാണ്. അതാണ് ശ്രീ മോഹൻ വർഗീസ് പറഞ്ഞത്, റൈറ്റ് ടൈം ആയിരുന്നു എന്നുള്ള കാര്യമാണ് പ്രധാനമെന്ന്.